ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. ഡ്രൈ തെരണ്ടിക്കറി ആണ് ഉണ്ടാക്കുന്നത്. ഡ്രൈ ഫിഷ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം ഡ്രൈ തെരണ്ടി നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ പ്യൂരി, തക്കാളി ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് ജ്യൂസാക്കി വെച്ചേക്കാം. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ളത് വാളംപുളി കുറച്ച്, ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് നല്ലോണം ഇച്ചിരി വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൗഡേർഡ് ഐറ്റം നമുക്ക് എന്തൊക്കെയാണ്? മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ കായപ്പൊടി, ഇതിൽ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. പിന്നെ ഇത് ദഹനത്തിന് നല്ലതാണ് കായപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഉള്ളി, ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, ജിഞ്ചർ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് ഡ്രൈ തെരണ്ടി ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മളിന്ന് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ടിട്ടുണ്ട്. ഉലുവയും കടുകും നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, ചെറിയ ഉള്ളി, ഇത് നല്ലോണം ഒന്ന് നമുക്കൊരു 2 മിനിറ്റ്സ് നല്ലോണം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഇത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇതും നല്ലോണം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളിയുടെ പ്യൂരി, ആ ജ്യൂസ് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നല്ല പച്ചമണം പോകുന്ന വരെ ഫ്രൈ ചെയ്യണം. നല്ലോണം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല തക്കാളിയൊക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗഡേർഡ് ഐറ്റം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായംപൊടി, ഇത്രയും പൗഡർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ്സ് നല്ലോണം ഫ്രൈ ചെയ്ത് എണ്ണ തെളിയുന്നത് വരെയും നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുടംപുളി എടുത്ത് വെച്ചിരുന്ന കുടംപുളിയുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നമ്മളിട്ട പൗഡറെല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന വാളംപുളിയുടെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ വാളംപുളിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊരു 1 മിനിറ്റ് കുക്കായതിനു ശേഷം നമുക്ക് ഫിഷ് ഇടാം. ഇതിലേക്ക് ഡ്രൈ തെരണ്ടി ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പുള്ള കാരണമാണ് നമ്മൾ ഇതുവരെ കറിയിൽ ഉപ്പിടാത്തത്. തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിനകത്ത് ഉപ്പിട്ടിട്ടാണല്ലോ ഇത് ഉണക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇത് നല്ലോണം ഇച്ചിരി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഈ മസാലയിൽ ഇട്ടൊന്ന് നമ്മൾ നല്ലോണം ഈ തെരണ്ടി, ഡ്രൈ ആയിട്ടുള്ള തെരണ്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ചൂടാറിയ വെള്ളം വേണം ആഡ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറിയ വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതിനി അതിലിരുന്ന് നമ്മുടെ തെരണ്ടിയെല്ലാം നല്ലോണം കുക്കായതിനു ശേഷം നമുക്ക് കാണാം. നമ്മുടെ തെരണ്ടി കറി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇതിനകത്തുള്ളത്. കണ്ടോ, നമ്മുടെ തെരണ്ടിക്കറി എല്ലാം നല്ല തിളച്ച് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ തെരണ്ടി
ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്തിരി കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് ഇത്തിരി തേങ്ങ അരച്ച് ഇതിലേക്ക് ആഡ് ചെയ്യും. തേങ്ങ നല്ലോണം പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ബൗളിലിട്ടിട്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ അരച്ച് വെച്ച കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്യും. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിൻ്റെ കറിയിലുള്ള ഉപ്പ് ബാലൻസ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഡ്രൈ ഫിഷ് തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. കേട്ടോ, ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മളിത് ഉപ്പ് നമുക്ക് അവസാനം ഇത് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയുന്നത്. ഇതിനകത്ത് ഒട്ടും ഉപ്പ് തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ഫിഷിനകത്തുള്ള ഉപ്പാണ് ഇതിലേക്ക് കൂടുതലായിട്ടും നമുക്ക് ഉണ്ടായിരുന്നത്. ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ കുറച്ച് വറുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഫിഷ് മസാലയും ആഡ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തിട്ട് ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റായി ബാലൻസ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ കറക്റ്റ് പാകമായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട്